ഹായ്, ബെനീസ് വ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സ്വപ്നയാത്ര യുങ്ഫ്രോ യാത്ര കഴിഞ്ഞുള്ള മടക്കത്തിൽ കാണുന്ന കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യമേ നമ്മൾ കണ്ട ഒരു ഹൈലൈറ്റ്സും അതിനുശേഷം നമ്മൾ കേബിൾ കാറിൽ യാത്ര ചെയ്ത് താഴെ വരെ എത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അങ്ങോട്ട് പോയപ്പോഴത്തേനും രാവിലത്തെ കാലാവസ്ഥയായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഒരു മഞ്ഞ് പെയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളൊരു കാലാവസ്ഥയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. മഞ്ഞ് പുതഞ്ഞു കിടക്കുന്ന യുങ്ഫ്രോ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് കണ്ടുപോണേ. സ്കീയിങ്കാരുടെ പർദീസയാണ് ഈ പർവ്വത ശിഖരം. താഴോട്ട് വരുംതോറും മഞ്ഞ് മാറി മരങ്ങളും പുൽമേടുകളും താഴ്വാരങ്ങളും ഒക്കെ ആയിട്ട് മൊത്തം കാഴ്ചകൾ തന്നെ മാറി മറിയുകയാണ്. നമ്മൾ കേബിൾ കാറിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ഹോട്ടലുകളും വീടുകളും എല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മൾ കേബിൾ കാറിൽ പോകുമ്പോഴത്തേനും ഇങ്ങനെ ഒരു ബേഡ്സ് ഐ വ്യൂ എന്ന് കാണുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായ പുൽമേടുകൾ, നമ്മൾ ഈ താഴ്പ്രദേശത്തോട് അടുക്കുമ്പോഴത്തേനും പുൽമേടുകളൊക്കെ തെളിഞ്ഞു വരുന്നു. അതുപോലെ മനോഹരമായ വീടുകൾ, ഇടയ്ക്ക് വെള്ളം ഒഴുകുന്ന ചെറിയ അരുവികൾ. ഈ വരുന്ന വെള്ളം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് ഐസ് മെൽറ്റ് ചെയ്ത് വരുന്ന വെള്ളമാണ്. അതിങ്ങനെ ചെറിയ അരുവികളായി താഴോട്ട് ഇറങ്ങി അവിടുന്ന് തോടുകളായി അങ്ങനെ അങ്ങ് പോവുകയാണ്. നമ്മളവിടുന്ന് ബസ്സിൽ നേരെ വന്ന് ഇൻ്റർലാക്കിലേക്ക് വരുന്ന ഭാഗങ്ങളിലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാട്ടുപൂക്കൾ, നിറയെ മഞ്ഞ കളറിലുള്ള കാട്ടുപൂക്കൾ. അത് കഴിഞ്ഞിട്ട് ഇൻ്റർലാക്കിണിൽ നിന്ന് നേരെ നമ്മൾ ബേണിലേക്ക് പോകുന്ന വഴിയിലുള്ള അതിമനോഹരമായ തൂൺ തടാകത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ യൂറോപ്പിൻ്റെ നെറുകയായ യുങ്ഫ്രോ ടോപ്പ് ഓഫ് യൂറോപ്പ് വിട്ട് താഴേക്ക് കേബിൾ കാർ യാത്ര ആരംഭിക്കാൻ വേണ്ടി കേബിൾ കാർ സ്റ്റേഷനിലേക്ക് നമ്മൾ ട്രെയിനിൽ ഈ കോക്ക് വീൽ ട്രെയിനിൽ ഇങ്ങോട്ട് എത്തുവാണ്. ഐഗർ ഗ്ലേഷ്യർ എന്നുള്ള സ്ഥലത്താണ്, ആ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ട്രെയിൻ ഇവിടെ ഒന്ന് നിർത്തി നമ്മൾ ട്രെയിനിൽ നിന്ന് പതിയെ ഇറങ്ങി. ഇനി നമുക്ക് ഇവിടുന്ന് കേബിൾ കാറിൽ വേണം യാത്ര ചെയ്യാൻ വേണ്ടി. നമ്മളവിടെ ഇറങ്ങി കേബിൾ കാറിൽ കയറി അവിടുന്ന് കേബിൾ കാറിലുള്ള യാത്രയാണ് നമ്മൾ കാണുന്നത്. പിന്നിൽ മഞ്ഞിൽ മുങ്ങിയ യുങ്ഫ്രോ പർവ്വതനിരകൾ, മുന്നിൽ ആകാശവും മേഘങ്ങളും ഒന്നിച്ച് ലയിക്കുന്ന അത്ഭുത കാഴ്ചകൾ. കേബിൾ കാർ പതുക്കെ താഴോട്ട് നീങ്ങുമ്പോൾ മഞ്ഞ് നിറഞ്ഞ പർവ്വതങ്ങൾ പച്ചപ്പിൻ്റെ ലോകത്തേക്ക് മാറുന്ന ഒരു അതിമനോഹര മാറ്റം നമ്മൾ കാണുന്നു. ഇപ്പോൾ തന്നെ തണുത്ത മഞ്ഞിൻ്റെ രാജ്യം വിട്ട് ജീവൻ്റെ നിറങ്ങളിലേക്ക് മടങ്ങുന്ന ഒരു യാത്രയാണിത്. അങ്ങോട്ട് പോയ പോലെയല്ല, നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേനും നമ്മുടെ ഈ കേബിൾ കാർ ആൾ തീരെ കുറവായിരുന്നു. ഞങ്ങൾ 3-4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നിറയെ ആൾക്കാരാണ്
നോർത്ത് ഇന്ത്യൻസ് ഒത്തിരി പേരുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാവരും തിരിച്ചിറങ്ങാനുള്ള തിടുക്കത്തിലാണ്. നമുക്ക് അങ്ങനെ സൈഡ് വഴി മുകളിലോട്ട് കേബിൾ കാർ പോകുന്ന കാണാം. നമുക്കിഷ്ടമുള്ള കേബിൾ കാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു ഫിക്സഡ് ഇൻ്റർവെല്ലിൽ ഈ ലൈൻ വഴി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളില്ലെങ്കിലും ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. തിരിച്ച് മുകളിലോട്ട് കയറുന്നത് ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് മുകളിലേക്ക് കയറുന്ന കേബിൾ കാറുകളിൽ ആളൊന്നുമില്ല, എല്ലാം വളരെ കാലിയായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ താഴോട്ട് ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് താഴോട്ട് ഇറങ്ങുന്ന കേബിൾ കാറുകളിൽ ഇപ്പം നല്ല തിരക്കാണ്. എല്ലാ സീറ്റും ഫുള്ളാണ്. 4 നിരയുണ്ട് സീറ്റ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കത്തക്ക രീതിയിൽ 2 സെക്ഷനായിട്ടാണ്. ഒരു സൈഡിൽ ഭിത്തിയോട് ചേർന്നൊരു സീറ്റും പിന്നെ നടുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഭിത്തിയോട് ചേർന്നും തിരിച്ചും അതുപോലെ തന്നെ 4 നിര സീറ്റുണ്ട്. ഒരു നിലയിൽ ഒരു 4 പേര് 5 പേരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഒരു സൈഡിലേക്കുള്ള. ഞങ്ങളിപ്പോൾ ഇവിടെ 3, 2, 5 പേരാണ് ഒരു നിരയിലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ 5 പേര് നമുക്ക് മുഖാമുഖമുണ്ട്. അതുപോലെ തന്നെ അങ്ങേ സൈഡിലും ഇതുപോലെ 5, 10 പേര് മുഖാമുഖമുണ്ട്. ഇത് മുകളിലോട്ട് പോകുന്നതാണ്. ഇത് കാലിയാണ്. ഇതിങ്ങനെ ഇതിനകത്ത് കേബിളിൽ ഇങ്ങനെ ഒരു ഫിക്സഡ് ഇൻ്റർവെല്ലിൽ ഒരു അകലത്തിൽ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ആളില്ലെന്നും പറഞ്ഞ് നമുക്ക് ഒരു സ്ഥലത്തേക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ഇതിങ്ങനെ കറങ്ങി മുകളിൽ ചെന്നാലേ ഉള്ളൂ താഴോട്ട് പോരാനുള്ളവർക്ക് വരാൻ പറ്റത്തുള്ളൂ. നോക്കൂ, താഴെ ആൽഫൈൻ താഴ്വരകൾ, പച്ച നിറത്തിലുള്ള കുന്നുകൾ, ഇടയ്ക്കിടെ മേഘങ്ങൾക്കിടയിൽ ഒളിഞ്ഞും തെളിഞ്ഞും കാണുന്ന ഗ്രാമങ്ങൾ. ഇത് ഒരു യാത്ര മാത്രമല്ല, പ്രകൃതിയുടെ ഓരോ മുഖവും നമ്മളോട് സംസാരിക്കുന്ന ഒരു അനുഭവമാണ്. താഴെ നോക്കൂ, മഞ്ഞിങ്ങനെ മുകളിൽ നിന്ന് ഒലിച്ചിറങ്ങി കിടക്കുന്ന ഒരു പാത പോലെ മഞ്ഞ് ഒലിച്ചിറങ്ങി കിടക്കുന്ന മരങ്ങൾക്കിടയിൽ. നേരെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ മലമുകൾ മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്ന കാണാം. അതിൻ്റെ സൈഡ് താഴ്വാരങ്ങളാണ്, മരങ്ങളും പുൽമേടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ കാണുന്ന പച്ചപ്പൊക്കെ കാണുന്ന. മുകളെല്ലാം മഞ്ഞ് വീണ് അവിടുത്തെ ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് അവിടെ എല്ലാം ഐസായിട്ടിരിക്കുകയാണ്. അങ്ങനെ മഞ്ഞ് പുതഞ്ഞിരിക്കുകയാണ്. മരക്കൂട്ടങ്ങൾക്ക് മുകളിലൂടെയാണ് നമ്മുടെ കേബിൾ കാർ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞുപാളികൾ കുറഞ്ഞു, പാറകൾ തെളിഞ്ഞു വരുന്നു. ഇവിടെ യുങ്ഫ്രോ നമ്മളെ വിട പറയുന്ന പോലെ തോന്നുന്നു. വീണ്ടും വരണം എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹോട്ടലുകളും വീടുകളും ഒക്കെ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന കാണാം. കാലിയായിട്ട് അങ്ങോട്ട് പോകുന്ന കേബിൾ കാറാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതാണ് ടവർ. ഈ ടവറിലാണ് ഈ കേബിൾ കാർ പോകുന്ന വടങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നത്. ഒന്നും ആളില്ലാതെയാണ് അങ്ങോട്ട് പോകുന്ന കേബിൾ കാറുകളെല്ലാം പോകുന്നത്. ഓരോ സൈഡിലും 3 വടങ്ങൾ വീതമാണ്. ആ ഒരു 3 വടങ്ങളിലാണ് ഈ കേബിൾ കാർ ഇപ്പം കാണാൻ നമുക്ക് അതിൻ്റെ അത് ഉറപ്പിച്ചിരിക്കുന്നത്, ഇങ്ങനെ ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. താഴെ ഹോട്ടലുകളും വീടുകളും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ദൃശ്യമായി വരുന്നുണ്ട്. ഇതിലും ആളൊന്നുമില്ല.
നമ്മളവിടെ കാണുന്ന കുറേ വെളുത്ത വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന പോലെ തോന്നുന്ന ഈ കാരവൻ പോലെ നമുക്ക് അവിടെ താമസിക്കാനുള്ള ഈ രണ്ട് സൈഡിലെയും പർവ്വതങ്ങളെ കണ്ടുകൊണ്ട് നമുക്കിവിടെ താമസിക്കാനുള്ള ഒരു അറേഞ്ച്മെൻ്റാണിത്. നമ്മൾ ഇതുപോലെ തന്നെയുള്ള സൗകര്യങ്ങൾ ലൗട്ടർബട്ടൺ താഴ്വരകളിൽ കണ്ടു. അതുമായിട്ട് അറ്റാച്ച് ചെയ്ത എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ ആ വീഡിയോകളൊക്കെ താഴത്തെ വീഡിയോകളൊക്കെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തെളിഞ്ഞ് കുറച്ചുകൂടെ നമ്മൾ അതുമായിട്ടുള്ള അകലം കുറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ഏതാണ്ട് ബേസ് സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വീടുകൾക്കൊക്കെ ഏതാണ്ട് ഒരേ ഷേപ്പാണ്. ഗവൺമെൻറ് ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ വീട് വയ്ക്കാൻ പറ്റുള്ളൂ. അവരുടെ നിയമം കറക്റ്റ് പാലിച്ചേ ഉള്ളൂ നമുക്കിവിടെ വീട് വയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടെല്ലാം നല്ല മനോഹരമായിട്ടുള്ള ഒരു ഷേപ്പിലാണ് വീടുകളെല്ലാം. കേബിൾ കാർ സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ്. ഇതാണ് നമ്മൾ കേബിൾ കാർ സ്റ്റേഷൻ. ഈ കാഴ്ചകൾ നമ്മൾ മനസ്സിലൊരു ശാന്തത നിറയ്ക്കുന്നു. ഈ യാത്ര നമ്മളെ ഉയരങ്ങൾ കൊണ്ടുപോയതുപോലെ തന്നെ ഓർമ്മകളിലെന്നും ഉയരത്തിൽ നിലനിൽക്കും. ഇത് ബെന്നീസ് വ്ലോഗ്സിൽ നിങ്ങൾ കാണുന്ന ഇൻഫ്രോ യാത്രയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇനിയും ഇത്രയും മനോഹരമായ യാത്രകളും കാഴ്ചകളും കാണാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.